നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പക്ഷേ അത്താഴം കഴിക്കാതെ കാത്തിരുന്നു എന്ന് പറഞ്ഞ് അതിന്റെ വഴക്കൂടെ ഞാൻ കേൾക്കേണ്ടി വരും. സ്നേഹം കാണിച്ച അവസാനം പിണക്കം വാങ്ങുന്നത് എന്തിനാ അച്ഛമ്മ? എങ്കി പിന്നെ ആലോചിക്കാതെ നീ വേഗം കഴിച്ചു തീർക്കാൻ നോക്ക്. ഞാൻ വേറൊരു കാര്യം ആലോചിക്കുമായിരുന്നു. എന്താ? പണ്ടൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ എന്ത് രസമായിരുന്നു. എല്ലാരും കൂടെ ഒരുമിച്ച് തമാശയൊക്കെ പറഞ്ഞ് വന്ന് വന്ന് ഞാനും അച്ഛമ്മ ഇപ്പൊ തനിച്ചായി. സുന്ദരി ചേച്ചി പോലും നമ്മുടെ കൂടെ ഇപ്പൊ ഇല്ല. സുന്ദരി ചേച്ചി ഇനി നമ്മുടെ കൂടെ പ്രതീക്ഷിക്കണ്ട. ചേച്ചി ഇപ്പോ വേറൊരു ലോകത്താ, വിരഹവേദനയിലൂടെ. ഈ അച്ഛമ്മയ്ക്ക് ഏത് സമയം ഇതേ പറയാനുള്ളോ? എടി മോളെ, ഞാൻ കുറ്റം പറഞ്ഞതല്ല, നല്ലതല്ലേ? വിരഹവേദന അങ്ങോട്ട് കൂടട്ടെന്നേ, കൂടി വരണമെന്നാ ഈ അച്ഛമ്മ ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞത് സത്യവാ. ഇതൊക്കെ അച്ഛമ്മയുടെ വെറും ആഗ്രഹമായിട്ട് മാറുമെന്നാ എന്റെ പേടി. ഒരാഗ്രഹവും ഇല്ല. പെമ്പിള്ളേരിൽ ഒരു മാറ്റം വന്നാ അത് മനസ്സിലാക്കാൻ ഈ ഈശ്വരിയമ്മയെ പോയിട്ടേ വേറെ ആളുള്ളൂ. അറിയോ നിനക്ക്? ആ ജീവനുമായി നിന്റെ കല്യാണം ഉറപ്പിച്ചിട്ട് അത് കഴിഞ്ഞ് എത്ര തവണ ഞാൻ നിന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, മോളെ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോന്ന്. എനിക്ക് നിന്റെ മുഖം നോക്കിയപ്പോഴേ മനസ്സിലായി, നിന്റെ ഉള്ളിൽ ഒരു കാമുകൻ ഒളിച്ചിരിപ്പുണ്ടെന്ന്. അയ്യടി മോളെ. ഒരയ്യേയും ഇല്ല, സത്യ ഞാൻ പറഞ്ഞത്. വേറൊരു അടയാളം ഞാൻ പറഞ്ഞുതരാം സുന്ദരിയെ കുറിച്ച്. എന്തടയാളം? ഇപ്പൊ മഴമോൾ എവിടെയാ? മഴമോൾ ഇവിടെ വീട്ടിലുണ്ട്. വീട്ടിൽ തന്നെ. ഇവിടെ എവിടെയാ ഉള്ളത്? ഇവിടെ ലക്ഷ്മി അമ്മയുടെ മുറിയില്. ആ, ലക്ഷ്മിയുടെ മുറിയിലാ മഴമോളുള്ളത്. സാധാരണഗതിയില് ലക്ഷ്മിയുടെ മുറിയിൽ പോയിരിക്കാൻ മഴമോളെ സുന്ദരി അനുവദിക്കാറുണ്ടോ? സുന്ദരി വീട്ടിലുണ്ടെങ്കിൽ 24 മണിക്കൂറും മഴ കൂടെ കാണണമെന്ന് അവക്ക് നിർബന്ധമാണേ. അതാണ്. എങ്കി പിന്നെ ആ നിർബന്ധം എന്താ ഇപ്പൊ എടുക്കാത്തത്? നിർബന്ധം എന്താ? കാശിക്ക് പോയോ? ഇപ്പൊ എന്തുകൊണ്ടാ ലക്ഷ്മിയുടെ അടുത്ത് പോയിരിക്കാൻ മഴയെ അനുവദിക്കുന്നത്? എന്തുകൊണ്ടാ? എടി പൊട്ടി, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് സുന്ദരി ഈ ലോകത്തല്ലാന്ന്. അവള് സ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കുന്നടി മോളെ. ഇപ്പൊ തന്നെ സുന്ദരി എന്ത് ചെയ്യായിരിക്കുന്നെന്ന് നിനക്കറിയോ? അത് ചേച്ചി വല്ല എഴുതുവോ വായിക്കുകയോ ചെയ്യുമായിരിക്കും. മണ്ണാൻ കട്ട, വായിക്കുന്നതേ മനോരാജ്യമായിരിക്കും. ദേ, ഇപ്പൊ എന്റെ സുന്ദരി മോള് കാത്തിരിക്കുകയായിരിക്കും ഒരു ഫോൺ വിളി, ശരത്തിന്റെ. ആ കാത്തിരിപ്പിലായിരിക്കും നിന്റെ സുന്ദരി ചേച്ചി. അങ്ങെത്തേണ്ട സമയം കഴിഞ്ഞല്ലോ, എന്നിട്ടും സാർ എന്താ വിളിക്കാത്തത്? അങ്ങോട്ടൊന്ന് വിളിക്കാം. അല്ലെങ്കിൽ വേണ്ട, അങ്ങോട്ട് വിളിച്ച നേരത്തേത്തതുപോലെ സാർ വിചാരിക്കില്ലേ ഞാൻ അതേ ചിന്തയിലിരിക്കുകയാണെന്ന്. ഇങ്ങോട്ട് വിളിക്കട്ടെ. അച്ഛമ്മ കഴിക്കാൻ വിളിച്ചിട്ട് കുറേ നേരമായി. ഇനിയും ചെന്നില്ലെങ്കിൽ ബഹളം തുടങ്ങും. എന്ത് ചെയ്യും? ഫോണാണെങ്കിൽ ചാർജും തീരാറായി. ഒരു കാര്യം ചെയ്യാം, വിളിക്കുമ്പം വിളിക്കട്ടെ. ഫോണൊന്ന് കുത്തിയിട്ടേക്കാം. എന്തായാലും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കുള്ളായിരിക്കും. കഴിച്ചിട്ട് വേഗം വരാം. അച്ഛൻ പറഞ്ഞത് സത്യമാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് സുന്ദരി ചേച്ചിയുടെ വിവാഹം നടത്തണം. സത്യമാണെങ്കിലെന്നോ? അതെന്താ ഇപ്പോഴും നിനക്ക് വിശ്വാസമായില്ലേ? അയ്യോ, അച്ഛമ്മ വിശ്വാസം ഇല്ലാത്തോണ്ടല്ല, എനിക്ക് സുന്ദരി ചേച്ചി അത്രയ്ക്ക് വിശ്വാസം പോരാ. വിശ്വാസം പോരാന്ന് പറഞ്ഞാല് അങ്ങനെ ഇങ്ങനെയൊന്നും കുലുങ്ങുന്ന മനസ്സല്ല അത്. ആ മനസ്സ് പിടിച്ച് കുലുക്കിയിട്ടുണ്ടെങ്കിൽ ശരത് സാറിന് അവാർഡ് കൊടുക്കണം.
എങ്കി ശരത് സാറിന് കൊടുക്കാൻ ഒരു അവാർഡ് നീ കരുതി വച്ചോ. കാരണം ശരത് മോൻ സുന്ദരിയുടെ മനസ്സിൽ കയറി പറ്റി. അതെന്തുകൊണ്ടാ സുന്ദരിക്കൊരു താല്പര്യം തോന്നിയതെന്നറിയൂ? മനഃപൂർവ്വം ശരത്ത് സുന്ദരിയിൽ ഒരു താല്പര്യം കാണിച്ചില്ല എന്നതുകൊണ്ട്. ശരത് മോനെ ആൺകുട്ടിയാ, അന്തസ്സുള്ളവനാ, പെണ്ണിനെ മാനിക്കാൻ അറിയാവുന്നവൻ, ഒരാളോട് എങ്ങനെ പെരുമാറണോ എന്ന ബോധമുള്ളവനാ. അതിനേക്കാളൊക്കെ ഉപരി താലി കെട്ടിയ പെണ്ണിനെ അവളുടെ മരണശേഷവും ജീവന് തുല്യം സ്നേഹിക്കുന്നവനാ. ഇത്രയൊക്കെ മതി സുന്ദരിക്കൊരാണിനെ ബോധ്യപ്പെടാൻ. മിണ്ടല്ലേ, ചേച്ചി വരുന്നു. നിങ്ങൾ ഇതുവരെ കഴിച്ച് എഴുന്നേറ്റില്ലായിരുന്നോ? നീ ഇപ്പോ ഒരു എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറെ നേരം നോക്കിയിരുന്നു. ക്ഷമ നശിച്ചപ്പോഴാ കഴിക്കാൻ തുടങ്ങിയത്. അത് പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതാ വൈകിയത്. ചേച്ചി എന്ത് കാര്യം അവിടെ നോക്കിക്കൊണ്ടിരുന്നേ? അല്ല, ഫയല് നോക്കുമായിരുന്നോ അതോ ശരത് സാറിന്റെ കാര്യമല്ലോ ആയിരുന്നോ? ശരത് സാറിന്റെ കാര്യോ? ഏയ്, ശരത് സാറിന്റെ കാര്യമൊന്നുമല്ല. ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല. ശരത് സാറ് പുതിയ ഏതോ അക്കാഡമി തുടങ്ങുവാണല്ലോ, അതിന്റെ കാര്യം വല്ലതും നോക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടാണോ സാറ് പോയതെന്ന് ചോദിച്ചതാ. ആ, അത് തന്നെ, അതെ. കുറച്ച് ഫയലുകൾ നോക്കാനുണ്ടായിരുന്നു. എന്തു പറ്റി ചേച്ചി? എന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടോ? ആ ശബ്ദമല്ലേ കേൾക്കുന്നേ? അതെ അതെ, ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഇത്രയും നേരം ഞാൻ നോക്കിയിരിക്കായിരുന്നല്ലോ. ഇപ്പൊ അടിക്കുന്ന ബെല്ല് ആരുടേതാണെന്ന് അറിയൂ? ആരുടെയാ? ആ വിളി ശരത് മോന്റേതാ, ഉറപ്പാ. ഹലോ സർ. സർ എന്താ എയർപോർട്ടിലാണോ? അതോ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയോ? സുന്ദരി എന്തെങ്ങനെ കിതക്കുന്നേ? അത് പിന്നെ ഓടി വന്നപ്പോ. ഓടിയോ? ഈ നേരത്തോ? ഇപ്പോഴാണോ എക്സസൈസ് ചെയ്യുന്നത്? എക്സസൈസ് അല്ല, ഫോണ് റിങ് ചെയ്തത് കേട്ടപ്പോ അറ്റൻഡ് ചെയ്യാനായിട്ട് ഓടി വന്നതാ. ഹലോ. പറയൂ സർ. ഞാനിപ്പോ റൂമിലെത്തി. ഇനി സുന്ദരി പറയും. അത് പിന്നെ സാറല്ലേ വിളിച്ചത്, സാറ് പറയും. ഓ, അങ്ങനൊരു നിയമമുണ്ടോ? എങ്കിൽ എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞാലോ? ഒന്നും പറയാനില്ലെങ്കിൽ ഫോൺ വെച്ചിട്ട് പൊയ്ക്കളാൻ പറയോ? അങ്ങനെയല്ല സർ, എന്തെങ്കിലും പറയൂ. ഞാൻ പറയണോ അല്ലേ? എങ്കിൽ പറയട്ടെ. പറയാൻ മറന്നുപോയൊരു കാര്യം പറയട്ടെ. പറയൂ സർ. അതെ, ഇന്ന് എയർപോർട്ടിലേക്ക് പോകുമ്പോ ആദ്യയുടെ ക്ലാസ് ടീച്ചർ വിളിച്ചായിരുന്നു. അത്യാവശ്യമായിട്ട് ഞാൻ പ്രിൻസിപ്പലിനെ ഒന്ന് കാണണമെന്ന്.